അനലോഗ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന സബ്ജക്റ്റിലെ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സർക്യൂട്ടുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ഇതേ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷ്യേറ്റർ പോലത്തെ വേറെ കുറച്ച് സർക്യൂട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റർ യൂസിങ് ഓപ്പ് ആംപ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റർ വർക്ക് ചെയ്യുന്നത് ഒരു ഓപ്പ് ആംപ് ഉപയോഗിച്ചിട്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്താ, ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലേ, നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് വേവിൻ്റെ, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് വേവ്, ഒരു വേവ് നമുക്കുണ്ട്, ഒരു സിഗ്നൽ നമുക്കുണ്ട്. ആ സിഗ്നലിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ആ സിഗ്നലിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എന്താണോ അത് ഔട്ട്പുട്ടിലേക്ക് എത്തണമെന്ന് കരുതുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പർപ്പസിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മളൊരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലേക്ക് എത്തിക്കും. അത്തരത്തിലുള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റർ എന്ന് പറയുക. അത്തരത്തിലുള്ള ഇൻ്റഗ്രേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ഒരു ഇൻ്റഗ്രേറ്റർ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻ ഇൻ്റഗ്രേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദ അപ്ലൈഡ് ഇൻപുട്ട്. കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഇൻ്റഗ്രേഷൻ ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ദിസ് സെക്ഷൻ ഡിസ്കസസ് അബൌട്ട് ദി ഓപ്പ് ആംപ് ബേസ്ഡ് ഇൻ്റഗ്രേറ്റർ. അപ്പോൾ ഈ സർക്യൂട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിനെ കുറിച്ചാണ്. ആൻ ഓപ്പ് ആംപ് ബേസ്ഡ് ഇൻ്റഗ്രേറ്റർ പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് വിച്ച് ഈസ് ആൻ ഇൻ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈഡ് ടു ഇറ്റ്സ് ഇൻവെർട്ടിംഗ് ടെർമിനൽ. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൻ്റെ ഇൻ്റഗ്രലായിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടിൽ ഓപ്പ് ആംപ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓപ്പ് ആംപിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട സിഗ്നൽ കൊടുക്കും. എന്നിട്ട് ഔട്ട്പുട്ടിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്, ഈ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഇൻ്റഗ്രലാണ് നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ സർക്യൂട്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലേ, നമുക്കറിയാം. ഇതാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ സിമ്പിൾ. ഔട്ട്പുട്ട് ടെർമിനൽ ഇവിടെ ഉണ്ട്, 2 ഇൻപുട്ട് ടെർമിനലുണ്ട്. ഇത് ഇൻവെർട്ടിംഗ് ടെർമിനലാണ്, ഇത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ്, നമുക്കറിയാം. അപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് R1 എന്ന റെസിസ്റ്റൻസ് വഴി ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. V1 എന്ന സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ V1 എന്ന വോൾട്ടേജ് അല്ലെങ്കിൽ സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ V1 എന്ന വോൾട്ടേജിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈൻ വേവ് ആവാം, സ്ക്വയർ വേവ് ആവാം, ഏതൊരു വേവ്. അപ്പോൾ സൈൻ വേവ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ സൈൻ വേവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻപുട്ടിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും. പിന്നെ സർക്യൂട്ടിൽ എക്സ്ട്രാ വരുന്ന ആരാണ്, ഒരു ഫീഡ്ബാക്കിൽ കപ്പാസിറ്ററാണ് ഫീഡ്ബാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മുൻപ് പറഞ്ഞ കേസിലെല്ലാം റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ ഇത്തരത്തിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഇൻ്റഗ്രൽ ആവുക എന്നുള്ളതിൻ്റെ ഡെറിവേഷനാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കൺസെപ്റ്റ് ക്ലിയർ ആവണം. ഇവിടെ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, 0 ആയിരിക്കും. വെർച്വൽ ഗ്രൗണ്ട് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ബേസ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെയും ഡെറിവേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിൽ V2 എന്ന നോഡ്, ഈ പോയിന്റിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യാണ്, കിർച്ചോഫ് കറണ്ട് ലോ. അപ്പോൾ നമുക്കറിയാം V1 എന്ന വോൾട്ടേജ് മൂലം ഇതിലൂടെ കറണ്ട് വരുന്നുണ്ട്. R1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലുള്ള റെസിസ്റ്റൻസ് ആണ്, ഇത് നമ്മുടെ ഓപ്പ് ആംപ് ആണ്, ഇത് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് ആണ് V0. നമ്മളെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ V1 എന്ന് കൊടുത്തു. അപ്പോൾ V1ൻ്റെ വാല്യൂ 0 ആണ്, സംശയമില്ല, കാരണം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിലുള്ള വോൾട്ടേജിൻ്റെ V2 എന്ന് കൊടുത്തു. ഓക്കെ, V1ൻ്റെയും V2ൻ്റെയും ഡിഫറൻസ് ആണ് നമ്മളവിടെ കൊടുക്കുക, ഓപ്പ് ആമ്പിൻ്റെ ഇൻപുട്ടിലെത്തുക. അതായത് ഈ 2 വോൾട്ടേജിൻ്റെയും ഡിഫറൻസ് ആണ് ഓപ്പ് ആമ്പ് ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പ് ആമ്പിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് 0 ആണെന്ന് അസ്യൂം ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ പോയിന്റിലുള്ള വോൾട്ടേജും ഇവിടെയുള്ള വോൾട്ടേജും സെയിം ആണെന്ന് നമ്മൾ പറയണത്. അതായത് ഇവിടുത്തെ വോൾട്ടേജ് 0 ആണെങ്കിൽ V2 എന്ന പോയിന്റിലുള്ള വോൾട്ടേജും 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ V2 എന്ന പോയിന്റിൽ നമ്മൾ എന്ത് പറയും, വെർച്വൽ ഗ്രൗണ്ട് എന്ന് പറയും. ആ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, R1 എന്ന് പറഞ്ഞ ഇൻപുട്ട് റെസിസ്റ്റൻസിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, അതാണ് I1. ഓക്കെ, നമ്മുടെ ഓപ്പ് ആമ്പിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യില്ല, കറണ്ട് ഒന്നും പോവില്ല. കാരണം ഐഡിയൽ കേസ് വെച്ചിട്ട് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ഓപ്പ് ആമ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, I1 എന്ന് പറഞ്ഞ കറണ്ട് ഇതുവഴി വരുന്നുണ്ട്. ആ കറണ്ട് നേരെ എന്ത് ചെയ്യും, IF എന്ന രീതിയിൽ ഫീഡ്ബാക്കിലേക്ക് പോകും. ഓക്കെ, അതായത് കറണ്ട് ഒന്നും ഓപ്പ് ആമ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, I1 = IF എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതാണ്. I1 =
ഐ ബി പ്ലസ് ഐ എഫ്. ഐ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കറണ്ട്, ഐ എഫ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന കറണ്ട്. അപ്പോൾ ഐ ബിയുടെ വാല്യൂ നമ്മൾ 0 ആണെന്ന് പറഞ്ഞു അല്ലേ, കാരണം ഉള്ളിലേക്ക് കറണ്ട് പോവില്ല. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? I1 ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ എഫ്. ഐ ബി 0 ആയതുകൊണ്ട് ഇക്വേഷൻ എന്തായി? I1 ഈസ് ഈക്വൽ ടു ഐ എഫ് എന്നായി. ഓക്കെ, കാരണം ഐ ബിൻ്റെ വാല്യൂ 0 ആണ്. കാരണം ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്പാമ്പിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അതുകൊണ്ട് I1 ഈസ് ഈക്വൽ ടു ഐ എഫ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്കറിയുന്ന കാര്യമാണ് V1 ഈക്വൽ ടു 0 ആണെന്നുള്ളത്. കാരണം എന്താണ്? ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലുള്ള വോൾട്ടേജ് V1 0 ആണ്. അപ്പോൾ V1 0 ആയതുകൊണ്ട് തന്നെ V2ൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. കാരണം വെർച്വൽ ഗ്രൗണ്ട് ആണ്. കാരണം ഈ രണ്ട് പോയിന്റിലുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസ് 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ എത്ര ആവണം? 0 ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ രണ്ട് വോൾട്ടേജിൻ്റെയും ഡിഫറൻസ് 0 ആവുള്ളൂ. അപ്പോൾ രണ്ട് വോൾട്ടേജിൻ്റെയും ഡിഫറൻസ് 0 ആയി കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റുള്ളൂ? ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 0 ആണെന്ന്. അപ്പോൾ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 0 ആണെങ്കിൽ ഓപ്പാമ്പിൻ്റെ ഗെയിൻ എന്ത് എന്ന് പറയാൻ പറ്റൂ? ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഓപ്പാമ്പിൻ്റെ ഗെയിൻ ഇൻഫിനിറ്റിയാണ് ഐഡിയൽ കേസിൽ. ആ ഒരു സംഭവം പോസിബിൾ ആക്കാൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ആ അസംഷനാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ രണ്ട് വോൾട്ടേജിനെയും 0 ആക്കണത്. ഓക്കെ, അപ്പോൾ V2 എന്താണ്? 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ I1ൻ്റെയും അതുപോലെ IFൻ്റെയും ഇക്വേഷൻ ഇതാ. I1 ഈസ് ഈക്വൽ ടു IF ആണ്. അപ്പോൾ I1ൻ്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ V1 ആണല്ലേ, V1/RF, V1/R1 ആയിരിക്കും I1ൻ്റെ ഇക്വേഷൻ. കാരണം ഇവിടുത്തെ വോൾട്ടേജ് 0 ആണ്. അപ്പോൾ ഞാൻ I1ന് പകരം എന്ത് എഴുതി? V1 അല്ല, Vin, ഇൻപുട്ട് വോൾട്ടേജ് Vin, അതായത് ഇവിടെ ഉള്ള വോൾട്ടേജ് Vin മൈനസ് V2/R1. ഓക്കെ, V2ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ V1 മൈനസ് V2/R1 ഇസ് ഈക്വൽ ടു IFൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടല്ലേ, അതുകൊണ്ട് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? C ഇൻറ്റു dV/dt എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ CF ഇൻറ്റു d/dt ഓഫ് V2 മൈനസ് V, അതായത് ഈ രണ്ട് വോൾട്ടേജിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? CF എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് V2 മൈനസ് V0. V2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലുള്ള വോൾട്ടേജ്, V0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ CF ഇൻറ്റു d/dt ഓഫ് V2 മൈനസ് V0. നമുക്കറിയാം V2ൻ്റെ വാല്യൂ 0 ആണെന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷനിലും ഇവിടെയും V2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? V2 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറി? V1/R1 എന്നായി. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് Vin/R1 ആണ് നമ്മുടെ I1 എന്ന കറണ്ട്. ഇപ്പോൾ Vin/R1, Vin എന്നുള്ളതിനെയാണ് നമ്മൾ Vi എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ Vi/R1 ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? V2ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ V2ന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായി? CF ഇൻറ്റു d/dt ഓഫ് മൈനസ് V0 എന്നായി. അപ്പോൾ മൈനസിന് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായി? മൈനസ് ഇൻറ്റു CF ഇൻറ്റു d/dt ഓഫ് V0, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ CF ഇൻറ്റു dV0/dt എന്നായി ഇക്വേഷൻ. കാരണം V2ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ മൈനസ് ആണ് എന്ത് ചെയ്തത്? നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് മൈനസ് CF എന്ന് എഴുതിയത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇക്വേഷൻ എഴുതിയതിൽ ഡൗട്ടില്ല അല്ലേ. അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ വരാനുള്ളത് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതിയാണ്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണത്. കപ്പാസിറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? കറണ്ടിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ Vin/R1 അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മൈനസ് CF ഇൻറ്റു dV0/dt എന്ന് എഴുതി. ഇനി നമ്മൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യണം. രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഇവിടെ ഡിഫറൻസിയേഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഡിഫറൻസിയേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? കോൺസ്റ്റൻറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുക്കും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സിൽ പഠിച്ചതാണ് ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ, അതുകൊണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? 1/R1 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് V1 dt, 1/R1 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് Vin dt, V1 അല്ല Vin, ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു dt. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഒരു സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്നാലേ ഉള്ളൂ സമം എന്നുള്ളതുണ്ടായതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? C1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണല്ലേ, അത് CF കപ്പാസിറ്ററിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മൈനസ് CF എന്നതിനെ പുറത്തേക്ക് എടുത്തിട്ട് dV0/dt നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു dt. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് dV0/dt ഇൻറ്റു dt എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഓപ്പോസിറ്റ് ആണ്, കൺവേഴ്സ് ആണല്ലേ, രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇക്വേഷൻ എന്തായി? ഇവിടുത്തെ അതുപോലെ എഴുതി 1/R1 ഇൻറ്റഗ്രൽ ഓഫ് VI/dt, ഇത് അതുപോലെ തന്നെ താഴത്തേക്ക് എഴുതി. ഇക്വേഷൻ അതുപോലെ താഴത്തേക്ക് എഴുതി. ഇവിടെ എന്താണ്? ഡെറിവേഷനും ഡിഫറൻസിയേഷനും ഉണ്ട്, ഇൻറ്റഗ്രേഷനും ഉണ്ട്. അപ്പോൾ രണ്ടും ക്യാൻസൽ ആകുമ്പോൾ ബാക്കി ആരുണ്ടാവുക? V0 മാത്രമാണ്. അപ്പോൾ ഇക്വേഷൻ എന്തായി? മൈനസ് CF, അതുപോലെ എഴുതി ഇൻറ്റു V0 എന്ന് എഴുതി. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ V0ൻ്റെ ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ V0നെ മാത്രം ഇവിടെ നിർത്തി, മൈനസ് CFന് എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇക്വേഷൻ എന്തായി? V0 ഈസ് ഈക്വൽ ടു മൈനസ് 1/R1 CF ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ്
V1 dt പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. പ്ലസ് സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് അല്ല, ഇൻറ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാമല്ലോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഉണ്ടാകും. അപ്പോൾ ഇക്വേഷൻ എന്തായി? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ V0 ഈസ് ഈക്വൽ ടു -1/R1CF ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് V1 dt പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിന്, ഇതാണ് VI, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇൻറ്റഗ്രലായിരിക്കും. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത വോൾട്ടേജിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 1/R1C1 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ 1/R1C1 എന്ന ഈ മൊത്തം ടേമിൻ്റെ വാല്യൂ, ഇൻ കേസ് 2 ആണെന്ന് കരുതുക, ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുക, 2 ആണെന്ന് കരുതുക ഈ മൊത്തം ടേമിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ ഡബിൾ ആക്കിയതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ R1-ൻ്റെയും C1-ൻ്റെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രത്തോളം ആംപ്ലിഫൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആംപ്ലിഫിക്കേഷനേക്കാൾ ഉപരി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഇൻറ്റഗ്രേഷനാണ്. അതായത് ഈ ഫംഗ്ഷൻ കണ്ടില്ലേ, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇൻറ്റഗ്രലായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് വോൾട്ടേജിന് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്താക്കി മാറ്റാം? ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇൻറ്റഗ്രലായിട്ട് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാം. പിന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കേണ്ട കാര്യം ഈ സി ആണ്. ഈ സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ്, അല്ലാതെ കപ്പാസിറ്റൻസ് അല്ല. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്ററിൻ്റെ വർക്കിംഗ് ഉള്ളത്? ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഇൻറ്റഗ്രേറ്ററിൻ്റെ വർക്കിംഗ് ആണ് ഇപ്പോൾ പറയുന്നത്. ഡെറിവേഷൻ നോക്കി വയ്ക്കുക. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്നാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ V0 എന്ന് കൊടുക്കുക. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈസ് കോൺസ്റ്റൻറ്റ് ടൈംസ് എന്ന് പറഞ്ഞാൽ ഇത്ര ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. -R1 നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടു, -1/R1C1 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് V1 എന്നുള്ളതാണ് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ V0 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറഞ്ഞാൽ -R1C1 ടൈംസ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അതിൻ്റെ ആ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും, ഇൻപുട്ടിൻ്റെ ഇൻറ്റഗ്രലിനെ മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയണത്. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഇസ് എ കോൺസ്റ്റൻറ്റ്, -R1C1 ടൈംസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇൻറ്റഗ്രലായിരിക്കും, ഡെറിവേറ്റീവ് അല്ല, ഇൻറ്റഗ്രലായിരിക്കും. ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇൻറ്റഗ്രലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ദ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് റിഫർ ടു ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ മൈനസ് സൈൻ എന്താ കാണിക്കുന്നത്? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കുന്നില്ല. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ഇൻപുട്ടിൻ്റെ മൈനസ് സൈൻ വെച്ചിട്ടാണ് ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇൻപുട്ട് ഇങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും ഔട്ട്പുട്ടിൽ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷനിൽ മൈനസ് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്ലൈഡിലുള്ള 2 പ്രശ്നങ്ങൾ, ഒന്ന് C0ന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ C0 എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. C0ന് പകരം V0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ ഡെറിവേറ്റീവ് അല്ല, ഇൻറ്റഗ്രലാണ്. ഓക്കെ, ഈ 2 എറർ ഈ സ്ലൈഡിലുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക, ഇൻറ്റഗ്രലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഓപ്പ് ആമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഇൻറ്റഗ്രലിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാമ്പിൾ ഗ്രാഫ്. നമ്മൾ ഇൻപുട്ട് ഇത്തരത്തിലൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇൻറ്റഗ്രേറ്ററാണ്, ഇത്തരത്തിലുള്ള സ്ക്വയർ വേവ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നെങ്കിൽ, സ്ക്വയർ വേവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എന്ത്? ഇത്തരത്തിലുള്ള സോ ടൂത്ത് പോലത്തെ വേവ്. ഓക്കെ, അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് എന്ന് പറയുക, അല്ലെങ്കിൽ റാമ്പ് എന്നാണ് നമ്മൾ ജനറലി പറയുക. ഇത്തരത്തിലുള്ള വേവ് ഫോമിനെ നമ്മൾ റാമ്പ് സിഗ്നൽ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റാമ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ പഠിച്ച പോലെ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നതാണ്. ഒരു സ്ക്വയർ വേവ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത്തരത്തിലുള്ള റാമ്പ് ആയിട്ടുള്ള വേവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റാമ്പ് ജനറേറ്റർ എന്നും ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ടിനെ പറയാം. അപ്പോൾ ഇത്തരത്തിലൊരു സ്ക്വയർ വേവ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഓപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്റഗ്രേറ്റർ. ഇൻറ്റഗ്രേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആര്? ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇപ്പോൾ ഡിഫറൻഷിയേറ്റർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഓപ്പ് ആമ്പ് ഉപയോഗിച്ചുള്ളൊരു ഡിഫറൻഷിയേറ്റർ ഉണ്ട്. ആ ഡിഫറൻഷിയേറ്ററിലേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് സർക്യൂട്ട് കാര്യങ്ങൾ നോക്കാം. അതിന് മുൻപ് എ ഡിഫറൻഷിയേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് ഈക്വൽ ടു ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഇറ്റ്സ് ഇൻപുട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടുകളാണ് നമ്മൾ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് എന്ന് പറയുക. ദിസ് സെക്ഷൻ ഡിസ്കസ് അബൌട്ട് ദി ഓപ്പ് ആമ്പ് ബേസ്ഡ് ഡിഫറൻഷിയേറ്റർ ഇൻ ഡീറ്റെയിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 2ാമത്തെ പോർഷനായിട്ട് നമ്മൾ പറയുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിനെ കുറിച്ചാണ്.
An op-amp based differentiator produces an output which is equal to the differential of input voltage that is applied to its inverting terminal. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടെർമിനലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നൽ കൊടുക്കുന്നുണ്ട് അല്ലേ. ആ സിഗ്നലിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് നമ്മുടെ ഓപ്പാമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഡിഫറൻഷിയേറ്ററിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത് ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്. അപ്പോൾ എങ്ങനെയാണ് സർക്യൂട്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നേരത്തെ പഠിച്ച ഇൻറ്റഗ്രേറ്റർ പഠിച്ചല്ലോ, ഇൻറ്റഗ്രേറ്ററിൻ്റെ സെയിം സർക്യൂട്ടാണ്. ആകെയുള്ള ഒരു മാറ്റം എന്താണ്, കപ്പാസിറ്ററും റെസിസ്റ്റൻസും തമ്മിലുള്ള പൊസിഷൻ മാറി. ഓക്കെ, ഇവിടെ ഫീഡ്ബാക്ക് ആയിട്ട് റെസിസ്റ്റൻസ് ആണ്, ഇൻപുട്ടിൽ കപ്പാസിറ്റൻസും ആണ്. നേരത്തെ ഇൻറ്റഗ്രേറ്റർ ആണെങ്കിലോ ഇൻപുട്ടിൽ റെസിസ്റ്റൻസും ഫീഡ്ബാക്ക് ആയിട്ട് കപ്പാസിറ്റൻസും ആയിരുന്നു. വേറെ മാറ്റങ്ങളൊന്നും സർക്യൂട്ടിലില്ല. അപ്പോൾ നമ്മുടെ V1 എന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട സിഗ്നൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണേണ്ട പൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട് C1 എന്നൊരു കപ്പാസിറ്റർ വഴി. ഓക്കെ, ഇപ്പോൾ C1 എന്നൊരു കപ്പാസിറ്റർ വഴി നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ V1 എന്ന പോയിന്റിലുള്ള വോൾട്ടേജ് 0 ആയിരിക്കും. ഒബ്വിയസ്ലി V2ൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം രണ്ടും സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കണം അല്ലേ, നമ്മൾ പഠിച്ച കാര്യമാണ്, വെർച്വൽ ഗ്രൗണ്ട് എന്ന് പറയും. അതുപോലെ IC എന്ന കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഓപ്പാമ്പിനുള്ളിലേക്ക് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ IB = 0 എന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് വരുന്ന കളക്ടർ കറണ്ട് നേരെ എന്ത് ചെയ്യും, ഈ വഴി ഫീഡ്ബാക്ക് RF എന്നുള്ള റെസിസ്റ്റൻസ് വഴി V0യിലേക്ക് പോകും, അല്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളെ സർക്യൂട്ട്. ഇനി നമ്മൾ ഡെറിവേഷൻ എങ്ങനെ കൊടുക്കുക, മുൻപ് പറഞ്ഞ പോലെ KCL അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഡെറിവേറ്റീവ് ആകുന്നത് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട്, നേരത്തെ കാണിച്ച അതേ സർക്യൂട്ടാണ്. നമുക്കറിയാം ഇവിടുന്ന് വരുന്ന കറണ്ട് IC = IF ആണല്ലേ, ഫീഡ്ബാക്കിലേക്ക് പോകുന്ന കറണ്ടാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, ഓപ്പാമ്പിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. കാരണം ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് അഥവാ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്, കറണ്ടിന് ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വരുന്ന കറണ്ട് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും, ഇതിലേക്ക് ഫ്ലോ ചെയ്യുന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ IC = IF. ഓക്കെ, IC എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ടാണ്, അത് കപ്പാസിറ്ററിലൂടെ വരുന്നതുകൊണ്ടാണ് നമ്മൾ IC എന്ന് കൊടുത്തത്. IC = IF. IF എന്ന് കൊടുക്കുന്ന കാരണം എന്താ, ഫീഡ്ബാക്ക് സർക്യൂട്ടിലെ കറണ്ടാണ് IF. അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ അല്ലേ, ആ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻറ്റു വോൾട്ടേജിലെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ C1 ഇൻറ്റു d/dt ഓഫ് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇവിടെ നിന്നല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Vin ഇൻപുട്ട് വോൾട്ടേജ് ആണല്ലോ. അപ്പോൾ d/dt ഇൻറ്റു Vin മൈനസ് V2. ഇപ്പോൾ VI എന്നുള്ളത് തന്നെയാണ് ഞാൻ Vin എന്ന് പറയണത്. VI മൈനസ് V2 = ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എനിക്കെന്ത് പറയാം, ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. അതായത് V2 മൈനസ് V0/RF. V2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് V0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ IF അല്ല RF. അത്തരത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, IFൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ രണ്ട് കറണ്ടും ഈക്വലാണ് നമുക്കറിയാമല്ലേ. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. പിന്നെ നമുക്കറിയുന്ന കാര്യമാണ് V1ൻ്റെ വാല്യൂയും V2ൻ്റെ വാല്യൂയും 0 ആണ്. V1 = V2 = 0. കാരണം വെർച്വൽ ഗ്രൗണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഞാൻ V2ൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്, രണ്ട് സൈഡിലും 0 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇക്വേഷൻ അതുകൂടി സിംപ്ലിഫൈ ചെയ്തു അല്ലേ. C1 × dVi/dt എന്നായി, കാരണം V2 0 ആയി. അതുപോലെ ഇവിടെയോ V2 0 ആകുമ്പോൾ മൈനസ് V0/RF എന്നായി ഇക്വേഷൻ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇക്വേഷൻ രണ്ടും എന്തായി, ഒന്ന് C1 × dVi/dt = മൈനസ് V0/RF എന്നായി നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, V0നെ സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ V0നെ മാത്രം ഞാൻ ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യും, ഈ മൈനസിനെയും ഇങ്ങോട്ട് കൊണ്ടുവരും, ഡിനോമിനേറ്ററിലുള്ള RFനെയും ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇക്വേഷൻ എന്തായി, V0 = മൈനസ് RF എന്ത് ചെയ്തു, സമത്തിൻ്റെ ഇങ്ങോട്ട് വരും. ഓക്കെ, ബാക്കി ഇവിടെ എന്തുണ്ട്, C1 dVi/dt ഉണ്ട്, അതുപോലെ തന്നെ അവിടെ എഴുതി C1 × dVi/dt, അത് അതുപോലെ എഴുതി. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ള RF ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് ആയി മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി, ഔട്ട്പുട്ട് വോൾട്ടേജ് = മൈനസ് R1 × C1 × dVi/dt എന്നായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, R1 C1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂ ആണ്, ഫിക്സ് ചെയ്താൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ dVi/dt എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അല്ലേ, ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് നമുക്ക് എവിടെ കിട്ടുക, ഔട്ട്പുട്ടായിട്ട് കിട്ടുക. നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് ആംപ്ലിഫൈ ചെയ്യും അല്ലേ. അപ്പോൾ ആംപ്ലിഫൈ ചെയ്യേണ്ടത് എത്രത്തോളമാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാ, ഈ R1ൻ്റെയും C1ൻ്റെയും വാല്യൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന് എന്ത് ചെയ്യും,
ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ R1C1 എന്ന വാല്യൂവിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തുക. അപ്പോൾ R1C1 എന്നതിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗെയിൻ എത്രയാണെന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ആംപ്ലിഫൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട്, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടാണ് നമ്മൾ ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 is a constant multiple എന്ന് പറഞ്ഞാൽ R1C1 എന്ന ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അല്ലേ, ടൈംസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഡെറിവേറ്റീവിനെ R1C1 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ C0 പകരം V0 എന്നായിട്ട് കറക്റ്റ് ചെയ്ത് വായിക്കുക. ദ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് എ 180° ഫേസ് ഷിഫ്റ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഫേർഡ് ടു ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് രണ്ട് സർക്യൂട്ട് ആണെങ്കിലും ഔട്ട്പുട്ട് എത്തുമ്പോൾ ഒരു നെഗറ്റീവ് സിമ്പിൾ ഉണ്ട് അല്ലേ, അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, 180° ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് തന്നെ ക്ലിയർ ആണ്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന എങ്ങോട്ടാണ്, ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോൾ 180° ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ 180° ഫേസ് ഡിഫറൻസിന് ഇവിടെയുള്ള മൈനസ് എന്ന സൈന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഇൻറ്റഗ്രേറ്റിംഗ് സർക്യൂട്ട് ഉണ്ടായിരുന്നു, ഡിഫറൻഷ്യേറ്റഡ് സർക്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിലും മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു സൈഡിൽ ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ അതേ സമയത്തിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും സർക്യൂട്ട് അനുസരിച്ചിട്ട്, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വാല്യൂ നെഗറ്റീവ് ആവാൻ കാരണം അല്ലെങ്കിൽ നെഗറ്റീവ് സൈനെ കാണിക്കാൻ കാരണം 180° ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ എക്സാമ്പിൾ. നമ്മൾ ഇൻപുട്ട് ഒരു സ്ക്വയർ വേവ് കൊടുക്കുകയാണെങ്കിൽ, സ്ക്വയർ വേവ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ വേവ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും, ഇതുപോലത്തെ സ്പൈക്സിലൊരു വേവ് കിട്ടും. ഓക്കെ, ഒരു ട്രയാങ്കുലർ വേവ് കൊടുക്കുകയാണെങ്കിൽ റെക്ടാങ്കുലർ വേവ് കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, റെക്ടാങ്കുലർ വേവ് കൊടുക്കുമ്പോൾ നമുക്ക് ട്രയാങ്കുലർ വേവ് കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ സൈൻ വേവ് കൊടുക്കുമ്പോൾ കോസൈൻ വേവ് കിട്ടും. അപ്പോൾ നമുക്കറിയുന്ന കാര്യം ഡിഫറൻഷ്യേറ്റർ അല്ലേ, സൈൻ വേവിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് സൈനാണ് കിട്ടുക എന്നുള്ളത് അറിയാം. സൈനും കോസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ ഇതാണ് ഒരു സാമ്പിൾ അല്ലെങ്കിൽ മോഡൽ ഗ്രാഫ്. ഇൻപുട്ട് നമ്മൾ ഇത്തരത്തിലൊരു വേവ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും കിട്ടുക. അത്തരത്തിലാണ് ഡിഫറൻഷ്യേറ്ററും അതുപോലെ ഇൻറ്റഗ്രേറ്ററും വരുന്നത്. ഇനി നമ്മൾ ഇതേ ഓപ്പ് ആംപ് ഐസി ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന കമ്പോണൻസ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ പോലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പോണൻസ് കണക്ട് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പഠിച്ചു, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പഠിച്ചു, അതുപോലെ തൊട്ട് മുൻപ് ഇൻറ്റഗ്രേറ്റർ, ഡിഫറൻഷ്യേറ്റർ, അതുപോലെ സമ്മിങ് ആംപ്ലിഫയർ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ട്, അതുപോലെ സബ്ട്രാക്ടറൊക്കെ പഠിച്ചു. ഇനി നമ്മളിതിൻ്റെ വേറെ കുറച്ച് ആപ്ലിക്കേഷൻസിലേക്കാണ് പോകുന്നത്. ഓപ്പ് ആംപ് ആസ് കമ്പാരേറ്റർ, അതായത് രണ്ട് സിഗ്നൽ ഉണ്ടെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ടെർമിനൽ ഉണ്ട് അറിയാം അല്ലേ, രണ്ട് ടെർമിനലിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കാമെന്ന് കരുതുക. അപ്പോൾ ഏത് ടെർമിനലാണ് കൂടുതൽ വോൾട്ടേജ്, എവിടെയാണ് കുറവ് എന്നുള്ളതിന് ആനുപാതികമായിട്ടൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സർക്യൂട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പാരേറ്റർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്, കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ട്. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ ഏത് സൈഡിലാണെങ്കിൽ രണ്ട് ടെർമിനൽ ഉണ്ടെങ്കിൽ ഏത് ടെർമിനലാണ് കൂടുതൽ വോൾട്ടേജ്, ഏത് ടെർമിനലാണ് കുറവ് വോൾട്ടേജ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് ആനുപാതികമായിട്ടൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കമ്പാരേറ്റർ. അപ്പോൾ പലതരത്തിലുള്ള കമ്പാരേറ്റർ സർക്യൂട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്പാരേറ്റർ സർക്യൂട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ബേസിക്കലി ഒരു കമ്പാരേറ്ററിൻ്റെ സർക്യൂട്ട്. നമുക്ക് എന്തുണ്ട്, ഇൻവെർട്ടിംഗ് ടെർമിനലും ഉണ്ട്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലും ഉണ്ട്. ഇതാണ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ, ഇതാണ് ഇൻവെർട്ടിംഗ് ടെർമിനൽ അല്ലേ. ഇപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മളൊരു ഇൻപുട്ട് റെസിസ്റ്റൻസ് വഴി നമ്മളൊരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യേണ്ട സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് വഴി ഒരു റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെഫറൻസ് വോൾട്ടേജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ റെഫറൻസ് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എപ്പോഴൊക്കെയാണ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ കുറവ് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ കമ്പാരേറ്റർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പാരേറ്റർ എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് കൊടുക്കും എപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻപുട്ട് വോൾട്ടേജ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് തരും. ഇൻപുട്ട് വോൾട്ടേജ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ വേറൊരു ഔട്ട്പുട്ട് തരും. അത്തരത്തിൽ നമ്മുടെ ഇൻപുട്ട് നമ്മുടെ കൊടുക്കുന്ന റെഫറൻസ് വാല്യൂ, അതായത് നമുക്കറിയണം നമ്മുടെ സിഗ്നൽ ഇതിനേക്കാൾ കൂടുതലാണോ ഇതിനേക്കാൾ കുറവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെഫറൻസ് കൊടുക്കുകയാണ്. അപ്പോൾ റെഫറൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് തരും. റെഫറൻസിനേക്കാൾ കുറവാണെങ്കിലോ വേറൊരു ഔട്ട്പുട്ട് തരും. വ്യത്യസ്തമായ രണ്ട് ഔട്ട്പുട്ടുകൾ ആര് തരും, നമ്മുടെ കമ്പാരേറ്റർ തരും. അപ്പോൾ ഇതാണ് ബേസിക്കലി കമ്പാരേറ്ററിൻ്റെ സർക്യൂട്ട്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ തിയറി നോക്കാം. A comparator is an electronic circuit which compares the two inputs that are applied to it and produces an output.
കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പറേറ്ററിൻ്റെ രണ്ട് ഇൻപുട്ട് ടെർമിനലുകളിലേക്കായിട്ട് ലഭിക്കുന്ന ഓപ്പാമ്പിൻ്റെ രണ്ട് ഇൻപുട്ട് ടെർമിനലിലേക്കായിട്ട് ലഭിക്കുന്ന സിഗ്നലുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടാണ് കമ്പറേറ്റർ. ദ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് ദ കമ്പറേറ്റർ ഇൻഡിക്കേറ്റ്സ് വിച്ച് ഓഫ് ദ ഇൻപുട്ട്സ് ഇസ് ഗ്രേറ്റർ ഓർ ലെസ്സർ. നമ്മുടെ അല്ലെങ്കിൽ കമ്പറേറ്റർ, ഓപ്പാമ്പ് ഒരു കമ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഏത് സിഗ്നലാണ് കൂടുതൽ, നമ്മുടെ റെഫറൻസ് സിഗ്നലാണോ കൂടുതൽ, അതോ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലാണോ കൂടുതൽ, അല്ലെങ്കിൽ ഏത് സിഗ്നലാണ് കൂടുതൽ ഏത് സിഗ്നലാണ് കുറവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട്. ഓക്കെ, ആൻ op-amp consists of two input terminals and hence an op-amp based comparator compares the two inputs that are applied to it and produces the result of the comparison as the output. അപ്പോൾ നമ്മൾ കമ്പറേറ്റർ ഒരു ഓപ്പാമ്പ് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഓപ്പാമ്പിന് രണ്ട് ടെർമിനലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടെർമിനലിലേക്കും ലഭിക്കുന്ന സിഗ്നലുകൾ തമ്മിലാണ് കമ്പാരിസൺ നടത്തുക. എന്നിട്ട് ആ കമ്പാരിസൺ അനുസരിച്ചിട്ട് എവിടെയാണ് കൂടുതൽ വോൾട്ടേജ് അതെന്ത് ചെയ്യും, അതിനാനുപാതികമായിട്ട് വോൾട്ടേജ് ഇൻപുട്ട് ടെർമിനലിലാണ് അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്ന പൾസാണ് കൂടുതലെങ്കിൽ അതിനാനുപാതികമായിട്ടൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. അതേസമയം റെഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ അതിനാനുപാതികമായിട്ട് വേറൊരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് തരത്തിലുള്ള രണ്ട് ഔട്ട്പുട്ടേ നമ്മുടെ ഓപ്പാമ്പിന് ഉണ്ടാവുള്ളൂ. ഇൻപുട്ട് കൂടുതലാണെങ്കിൽ ഒരു ഔട്ട്പുട്ട്, ഇൻപുട്ട് കുറവാണെങ്കിൽ വേറൊരു ഔട്ട്പുട്ട്. അതായത് രണ്ട് സെറ്റ് ഔട്ട്പുട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ ഓപ്പറേഷൻ ഓഫ് ആൻ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ ഈസ് വെരി സിമ്പിൾ. ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ എന്ന് പറയാൻ കാരണം വേറൊന്നുമില്ല, നമ്മൾ കൊടുക്കുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, നോൺ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇൻവെർട്ടിംഗ് കമ്പറേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പറയാം, അതായത് ഔട്ട്പുട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് ഒന്നെങ്കിൽ ഹൈ ഒന്നെങ്കിൽ ലോ, അതായത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഓക്കെ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജ്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ്, ഈ വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഇൻപുട്ട് വോൾട്ടേജാണ് കൂടുതലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അത് സെയിം ആയിരിക്കും. പിന്നെ സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ, അതായത് റെഫറൻസ് വോൾട്ടേജാണ് ഇപ്പോൾ കൂടുതൽ, ഇത് കുറവുമാണ്, അപ്പോൾ എന്ത് ചെയ്യും, നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വോൾട്ടേജാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നേരത്തെ +5 വോൾട്ടാണ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്, ഇപ്പോൾ എന്ത് ചെയ്യും, -5 വോൾട്ടാവും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള ഏതാണ് കൂടുതൽ എന്നത് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരുള്ളൂ. ഓക്കെ, ഇവിടെയാണോ കൂടുതൽ വോൾട്ടേജ് ഇവിടെയാണോ കൂടുതൽ വോൾട്ടേജ് എന്നത് മാത്രമേ മനസ്സിലാക്കി തരുള്ളൂ. എത്രത്തോളം വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട് എന്നത് നമുക്ക് പറഞ്ഞു തരില്ല. ഓക്കെ, ഇപ്പോൾ രണ്ട് വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് എവിടെയാണ് കൂടുതൽ വോൾട്ടേജ് എന്നുള്ളതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അതാണ് ഓപ്പാമ്പ് കമ്പറേറ്റർ. ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനാനുപാതികമായിട്ടാണ് ഔട്ട്പുട്ടാണ് തരുന്നത്. അപ്പോൾ നോക്കാം, അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യും +Vsat അതല്ലെങ്കിൽ -Vsat ആയിരിക്കും നമ്മുടെ ഒരു കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട്. ഒന്നെങ്കിൽ +Vsat എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ -Vsat എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ വോൾട്ടേജ് ആണ്. അതൊരു ഓപ്പാമ്പിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. +5 വോൾട്ട് ആവാം, +10 വോൾട്ട് ആവാം, അല്ലെങ്കിൽ +12 വോൾട്ട്, അങ്ങനെ ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും +10 വോൾട്ട് അല്ലെങ്കിൽ +5 വോൾട്ട് ആയിരിക്കും, അതല്ലെങ്കിൽ -5 വോൾട്ട്. ഓക്കെ, അല്ല ഇടയിലുള്ള വോൾട്ടേജ് ഒന്നും വരില്ല, ഫിക്സഡ് ആയിട്ടുള്ള +Vsat എന്ന വോൾട്ടേജ് അല്ലെങ്കിൽ -Vsat എന്ന വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. ഓക്കെ, അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ദ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് ആൻ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ വിൽ ബി -Vsat. അതായത് നമ്മുടെ ഓപ്പാമ്പ് ഉപയോഗിച്ചിട്ടുള്ള കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും, അല്ലെങ്കിൽ -5 അല്ലെങ്കിൽ -Vsat എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. എപ്പോൾ, ഫോർ വിച്ച് ദ ഇൻപുട്ട് Vi, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റെഫറൻസ് വോൾട്ടേജ്. അപ്പോൾ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ, റെഫറൻസ് സൈഡ് കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ ആ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, -Vsat ആയിരിക്കും. ഓക്കെ, അതേസമയം ദ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ വിൽ ബി +Vsat. ഔട്ട്പുട്ട് +Vsat ആയിരിക്കും, അല്ലെങ്കിൽ +V സാച്ചുറേഷൻ ആയിരിക്കും. എപ്പോൾ, ഇൻപുട്ട് വോൾട്ടേജ് V1 ഈസ് ലെസ് ദാൻ റെഫറൻസ് വോൾട്ടേജ്. ഇപ്പോൾ റെഫറൻസിൻ്റെ വോൾട്ടേജിനേക്കാൾ കുറവാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവും, നേരെ തിരിച്ചാണെങ്കിലോ ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതേ സമയം നമ്മൾ ഇൻപുട്ട് ഇങ്ങനെയാണെങ്കിൽ, ഓക്കെ, ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻവെർട്ടിംഗ് സിഗ്നൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കേസാണ്, ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ റെഫറൻസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് വോൾട്ടേജ് എന്താവാം, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം അല്ലേ. റെഫറൻസിൻ്റെ വാല്യൂ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ആക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ പറയാം. റെഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ, ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് +5 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് = എത്രയായിരിക്കും, ഔട്ട്പുട്ട് -Vsat ആയിരിക്കും. എപ്പോൾ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ. ഓക്കെ, അതായത് റെഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, -Vsat ആയിരിക്കും. ഓക്കെ, അതേസമയം ഔട്ട്പുട്ട് വോൾട്ടേജ് = Vout എത്രയായിരിക്കും, +Vsat ആയിരിക്കും. എപ്പോൾ,
നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലെങ്കിൽ. ഓക്കെ, അതായത് ഇവിടെ റെഫറൻസ് വോൾട്ടേജ് 2 വോൾട്ടും ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ടും ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്ലസ് വി സാറ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നേരെ തിരിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റെഫറൻസ് വോൾട്ടേജ് നെഗറ്റീവ് കൊടുക്കാം. അതായത് വി റെഫറൻസ് ഇസ് ഈക്വൽ ടു -2 വോൾട്ട് എന്നൊക്കെ കൊടുക്കാം. അത്തരത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? V0 ഇസ് ഈക്വൽ ടു മൈനസ് വി സാറ്റ് ആയിരിക്കും. എപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന -2 കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നേരെ തിരിച്ച്. നമുക്ക് റെഫറൻസ് ആയിട്ട് എന്ത് വോൾട്ടേജ് കൊടുക്കാം? 0 ആണെങ്കിൽ 0 കൊടുക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കാം. അപ്പോൾ കമ്പാരേറ്റർ എന്താ ചെയ്യണത്? അതിൻ്റെ 2 ടെർമിനലിലേക്ക് കിട്ടുന്ന വോൾട്ടേജുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കമ്പയർ ചെയ്തിട്ട് എവിടെയാണ് കൂടുതൽ നോക്കും. ഇൻപുട്ട് വോൾട്ടേജ് ആണ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലെങ്കിൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. നേരെ തിരിച്ചാണെങ്കിലോ, നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഓപ്പോസിറ്റിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ സൈഡ് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? സംഭവം ക്ലിയർ ആവും. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിൽ കാണിച്ച പോലെ മൈനസ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുക. അത് ശ്രദ്ധിക്കണേ, ഇവിടെ മൈനസ്, അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ടുള്ളതാണ് ഈ വർക്കിംഗ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇത് പ്ലസ്സിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിങ്ങിലേക്കാണ് കൊടുക്കുന്നത്. ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ ആണ്. അപ്പോൾ 2 രീതിയിലും കമ്പറേറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് 2 കേസ് നമ്മൾ പറഞ്ഞത്. ഇത് നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ ആണ്, ഇത് ഇൻവേർട്ടിംഗ് കമ്പറേറ്ററിൻ്റെ വർക്കിംഗ് ആണ്. ഇൻവേർട്ടിംഗ് കമ്പറേറ്ററിൻ്റെ സർക്യൂട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കമ്പറേറ്റർ ഉള്ളത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ കമ്പറേറ്റർ എന്താ ചെയ്യണത്? 2 ടെർമിനലിലും കിട്ടുന്ന വോൾട്ടേജുകൾ തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയേ, ഈ റെഫറൻസ് ആയിട്ട് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ, എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട്, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ടിനെ, അതായത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ലേ നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്, റെഫറൻസ് ആയിട്ട് 0 ആണ് കൊടുക്കുന്നത് കരുതാം. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് 0-നേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് 0-നേക്കാൾ കുറവാണെങ്കിൽ വേറൊരു ഔട്ട്പുട്ടും ക്രിയേറ്റ് ചെയ്യും. അതായത് 0-നേക്കാൾ കൂടുതലാണോ കുറവാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും ഇതേ സർക്യൂട്ടിലേക്ക്. ഓക്കെ, ഇതേ സർക്യൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? റെഫറൻസിന് പകരം ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 0 കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ അത്തരത്തിലുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ 0 ക്രോസിംഗ് ഡിറ്റക്ടർ യൂസിങ് ഓപ്പ് ആമ്പ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് 0 ആണോ അല്ലേ, അല്ലെങ്കിൽ എത്ര തവണ 0-നെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് 0 ക്രോസിംഗ് ഡിറ്റക്ടർ ഉപയോഗിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻപുട്ട് എന്ത് ചെയ്യും? ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തു. ഇൻവേർട്ടിങ്ങോ നോൺ ഇൻവേർട്ടിങ്ങോ നമുക്ക് കൊടുക്കാം. ഇവിടെ ഇൻപുട്ട് കൊടുത്തു, മറ്റേ ടെർമിനൽ നമ്മൾ എന്ത് ചെയ്തു? ഗ്രൗണ്ട് ചെയ്തു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രൗണ്ട് ചെയ്തു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കമ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പ് ആമ്പ് എന്ത് ചെയ്യും? ഈ 2 പോയിന്റിലുള്ള വോൾട്ടേജുകളുടെ ഡിഫറൻസ് എവിടെയാണ് കൂടുതൽ എന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ 0 ആണല്ലേ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് 0-നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇൻപുട്ട് 0-നേക്കാൾ താഴേക്ക് വരും. അപ്പോൾ ഇൻപുട്ട് 0-നേക്കാൾ താഴെയാണെങ്കിൽ എന്ത് ചെയ്യും? നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിൽ നിന്ന് വിഭിന്നമായിട്ട് വേറൊരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുക. നേരത്തെ പ്ലസ് വി സാറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ മൈനസ് വി സാറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മുടെ ഇൻപുട്ട് 0-നെ എത്ര തവണ കടന്നു പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും 0 ക്രോസിംഗ് ഡിറ്റക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു വേവ് ഫോം കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, 0 സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യാണ്? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണിത്, റെഫറൻസ് വോൾട്ടേജ് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂവിൻ്റെ പ്രത്യേകത എന്താ? റെഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതൽ അല്ലേ, റെഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതൽ. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? മൈനസ് വി സാറ്റ് ആണ്. ഇവിടെ എത്തിയപ്പോൾ 0 ആയി. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്തായി? ഇൻപുട്ട് 0-നേക്കാൾ കുറവായി. അപ്പോൾ ഇൻപുട്ട് 0-നേക്കാൾ കുറവായി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താവും? പ്ലസ് വി സാറ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്തു? ഗ്രാഫ് നോക്കി മനസ്സിലാവും, ഈ ഒരു പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഗ്രാഫ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറവാണ് ഇൻപുട്ട് വോൾട്ടേജ്. സംശയമില്ലല്ലോ, കാരണം റെഫറൻസ് വോൾട്ടേജ് എത്രയാണ്? 0 ആണ്. ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു പോയിന്റിന് ശേഷം റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? മൈനസ് വി സാറ്റ് ആയിരിക്കും അത് മുതൽ. അങ്ങനെ മൈനസ് വി സാറ്റ് കണ്ടിന്യൂ ചെയ്തു പോകും. ഏതുവരെ? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ താഴെ ആവുന്നത് വരെ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ, ഈ സൈൻ വേവ് ആണ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്തു? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര തവണ 0 ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 0 ക്രോസ് ചെയ്യുന്നതിന് അത്രയും തവണയായിരിക്കും നമ്മുടെ സ്റ്റേറ്റ് മാറുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 1, 2, 3, 4 തവണ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് 1, 2, 3, 4 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? 0 ക്രോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എത്ര തവണ 0 ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് 0 ക്രോസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ റെഫറൻസ് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം.
An inverting comparator, when a sinusoidal input signal and a reference voltage of 0 volts are applied, so its inverting and non-inverting terminals respectively. ഇപ്പോൾ നമ്മളിലേക്ക് കൊടുക്കുന്ന എന്താണ്, ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മളൊരു സൈനുസോയിഡൽ ഇൻപുട്ടും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് റെഫറൻസ് ആയിട്ട് ഗ്രൗണ്ടും ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈൻ വേവ് എത്ര തവണ സീറോനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ വേവ് ഫോമിൽ പറഞ്ഞ പോലെ ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ദ ഓപ്പറേഷൻ ഓഫ് ദ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ ഷോസ് എബവ്. അത് വർക്കിംഗ് എങ്ങനെയെന്നുള്ളത് നോക്കാം. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സൈൻ വേവ്. നമ്മുടെ സൈൻ വേവ് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ച പോലെ സൈൻ വേവ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുക, ഒരു ടെർമിനലിൽ പോസിറ്റീവായിട്ടുള്ള വാല്യൂ കിട്ടും അല്ലേ, അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂ കിട്ടും. അടുത്ത ടെർമിനലിലേക്ക് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കിട്ടുന്നതോ 0 ആണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നത് അല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ, ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള വാല്യൂ ആണ് നമ്മുടെ ഈ ടെർമിനലിൽ കിട്ടുന്നത്, ഇവിടെ കിട്ടുന്നതോ 0 ആണ്. അപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നത്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്താണ് 0 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സിനുസോയിഡൽ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് പ്രസൻറ്റ് അറ്റ് ദ ഇൻവെർട്ടിംഗ് ഓപ്പ് ആംപ് ഈസ് ഗ്രേറ്റർ ദാൻ 0 വോൾട്ട്. ഓക്കെ, അടുത്ത ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കിട്ടുന്നത്. ഹെൻസ് ദ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് ദ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ വിൽ ബി -Vsat. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും, -Vsat ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേ കേസാണ്. അപ്പോൾ -Vsat ആയിരിക്കും ഔട്ട്പുട്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് മൊത്തം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, -Vsat. ഇപ്പോൾ ഓപ്പ് ആമ്പിന് വാല്യൂ ഉണ്ടാവും -Vsat എത്രയെന്നുള്ളത്. അപ്പോൾ ആ മൈനസ് വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. അതേസമയം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴോ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ് അല്ലേ, ഷെയ്ഡ് ഇതാണ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എത്രയായിരിക്കും, -1 അല്ലെങ്കിൽ -2 എന്നുള്ള നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കിട്ടുക. അതേസമയം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലോ അപ്പോഴും 0. അപ്പോൾ ഈ സമയത്ത് എന്താണ് നടക്കുന്നത്, ഏറ്റവും കുറവ് വോൾട്ടേജാണ് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കിട്ടുന്നത്, കൂടുതൽ വോൾട്ടേജ് എവിടെയുള്ളത്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ്. കാരണം നമുക്കറിയാം 0 ആണ്, -1 -2 എന്നുള്ള നെഗറ്റീവ് വാല്യൂവിനേക്കാൾ ഹയർ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലായിരിക്കും കൂടുതൽ വോൾട്ടേജ്. കാരണം ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കിട്ടുന്നതാണ് നെഗറ്റീവ് വോൾട്ടേജാണ്. അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ആര് വരിക, 0 വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആ പോയിന്റിൽ നമുക്ക് എന്ത് പറയാം, ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സിനുസോയിഡൽ ഇൻപുട്ട് സിഗ്നൽ the voltage present at the inverting terminal of the op amp is less than 0 volt. സംശയമില്ലല്ലോ. Hence the output value of the inverting comparator will be equal to +Vsat. ഓക്കെ, അപ്പോൾ കൂടുതൽ വോൾട്ടേജ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ആയതുകൊണ്ട് ആ സമയത്തുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും, +Vsat ആയിരിക്കും. നേരത്തെ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നേരത്തെ കിട്ടിയ വോൾട്ടേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം കൂടുതൽ വോൾട്ടേജ് കിട്ടുന്ന ടെർമിനൽ മാറി. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ +Vsatഉം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് -Vsat ആയിരിക്കും ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ 0 എത്ര തവണ ക്രോസ് ചെയ്യുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ വേവ് ഫോം നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് നെഗറ്റീവ് ആണല്ലേ, കാരണം നമ്മുടെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തതല്ലേ. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഇൻവെർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ടും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാക്കാം, ഈ രീതിയിലാക്കാം. അതായത് പോസിറ്റീവിൻ്റെ സമയത്ത് വേവ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വേവ് ഫോം മാറ്റാൻ സാധിക്കും. അപ്പോൾ നേരത്തെ വേവ് ഫോമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് നെഗറ്റീവ് വാല്യൂ ഉള്ള സ്ക്വയർ വേവ് ആയിരുന്നു അല്ലേ, നേരെ റിവേഴ്സ് ആയിരുന്നു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിരുന്നു നേരത്തെ വേവ്. അപ്പോൾ അത് നേരെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കൊടുക്കുന്ന ടെർമിനൽ ഇൻപുട്ട് നേരത്തെ കൊടുത്തിരുന്നത് ഇവിടെയായിരുന്നു, ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തു, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് ഇൻപുട്ട് കൊടുത്തു, ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേവ് ഈ രീതിയിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലും വേണം നമുക്ക് എന്ത് ചെയ്യാം, സർക്യൂട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതും ബേസിക്കലി ഒരു കമ്പറേറ്ററാണ്. കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 2 സിഗ്നലിനെ കമ്പയർ ചെയ്യും അല്ലേ, 2 സിഗ്നലിനെ കമ്പയർ ചെയ്യും. അപ്പോൾ 2 സിഗ്നലിൽ ഒരു സിഗ്നൽ ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ 0 ആണെങ്കിൽ 0 ക്രോസിംഗ് ഡിറ്റക്ടർ ആയിട്ട് ആ ഓപ്പ് ആമ്പ് സർക്യൂട്ടിനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 0 ക്രോസിംഗ് ഡിറ്റക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതാണ് ലെവൽ ഡിറ്റക്ടർ യൂസിങ് ഓപ്പ് ആമ്പ്. ലെവൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കമ്പറേറ്റർ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിനേക്കാൾ കൂടുതലാവുന്നുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാനാണ് ലെവൽ ഡിറ്റക്ടർ യൂസ് ചെയ്യുക. നമ്മുടെ ഒരു സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, സിഗ്നൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, അപ്പോൾ ആ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ നേരത്തെ വെച്ചൊരു ലെവൽ, അതായത് നമ്മൾ ഒരു ബേസ് വെക്കുക, ഇത്ര വോൾട്ടേജിനേക്കാൾ കൂടുതലാണോ ഇൻപുട്ട് അല്ലെങ്കിൽ ഇതിനേക്കാളും കുറവാണോ ഇൻപുട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ കമ്പറേറ്റർ എന്ന സെയിം കൺസെപ്റ്റാണ്. അതിനേക്കാൾ കൂടുതലാണോ കുറവാണോ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലെവൽ ഡിറ്റക്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ റെഫറൻസ് വോൾട്ടേജ് കൊടുക്കും, അല്ലെങ്കിൽ ലെവൽ, അതായത് മിനിമം ഇത്ര വോൾട്ടേജിനേക്കാൾ കൂടുതലുണ്ടോ ഇൻപുട്ട് ഇല്ലയെന്ന് മനസ്സിലാക്കാൻ.
ഓക്കെ, അപ്പോൾ ചില സർക്യൂട്ടിൽ അത് അത്യാവശ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റെഫറൻസ് വോൾട്ടേജ് കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്പ് ആമ്പ് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും എപ്പോൾ നമ്മുടെ റെഫറൻസിനേക്കാൾ കൂടുതലാണ് ഇൻപുട്ടെങ്കിൽ. ഇപ്പോൾ റെഫറൻസിനേക്കാൾ കൂടുതലാണോ കുറവാണോ ഔട്ട്പുട്ട് എന്നുള്ളത്, ഇൻപുട്ട് എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കമ്പറേറ്ററിൻ്റെ സെയിം സംഭവം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ലെവൽ ഡിറ്റക്ടർ. ബേസിക്കലി എന്താണത്, കമ്പറേറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവൽ ഡിറ്റക്ടർ ഈസ് എ സർക്യൂട്ട് വിച്ച് കമ്പയർസ് എ സിഗ്നൽ വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് പ്ലസ്, അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഇൻപുട്ട് ഓഫ് ആൻ ഓപ്പ് ആമ്പ് വിത്ത് എ നോൺ റെഫറൻസ് വോൾട്ടേജ് അറ്റ് നെഗറ്റീവ് ഇൻപുട്ട്. നെഗറ്റീവ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടിംഗ് ഇൻപുട്ട്. അപ്പോൾ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിലേക്ക് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് കൊടുക്കും. ആ റെഫറൻസ് വോൾട്ടേജിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ എന്ത് ചെയ്യണം, റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ലെവൽ ഡിറ്റക്ടർ. ഓക്കെ, ഇഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു പ്ലസ് വി സാറ്റ്, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് വി സാറ്റ് ആണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ദെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ ലെവൽ ഈസ് ലെസ് ഗ്രേറ്റർ ദാൻ ദി റെഫറൻസ് വോൾട്ടേജ് ലെവൽ. അതായത് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സർക്യൂട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് പറയണത്. കാരണം നമ്മൾ ഇൻപുട്ട് കൊടുത്തത് എങ്ങോട്ടാണ്, പ്ലസ് എന്ന ടെർമിനലിലേക്കാണ്, അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, പ്ലസ് വി സാറ്റ് ആയിരിക്കും. അതേസമയം ഔട്ട്പുട്ട് വിൽ ബി മൈനസ് വി സാറ്റ് എപ്പോൾ, വെൻ ദി ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻപുട്ട് ഈസ് ലെസ് ദാൻ ദ റെഫറൻസ് വോൾട്ടേജ്. അപ്പോൾ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറവാണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, മൈനസ് വി സാറ്റ് ആയിരിക്കും. അപ്പോൾ ഈ പ്ലസ് ഔട്ട്പുട്ട് ഇൻപുട്ട് തമ്മിലുള്ള വാല്യൂ ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. എങ്ങനെ, കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ലെവൽ മാറ്റുന്നതിനനുസരിച്ച്. അപ്പോൾ ലെവൽ ഡിറ്റക്ടറിൽ സാധാരണ നമ്മൾ എങ്ങനെ കണക്ഷൻ കൊടുക്കുക, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കും. ഈ ഇൻപുട്ട് വോൾട്ടേജ് നമ്മുടെ കൊടുത്ത റെഫറൻസിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ലെവൽ ഡിറ്റക്ടർ ചെയ്യുന്നത്. ബേസിക്കലി ഒരു കമ്പറേറ്റർ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ ബേസിക്കലി കമ്പറേറ്റർ വെച്ചിട്ടുള്ള ഓപ്പ് ആമ്പിൻ്റെ സർക്യൂട്ടുകളുള്ളത്. ഇനി നമുക്ക് ഷ്മിഡ് ട്രിഗർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഷ്മിഡ് ട്രിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു അല്ലേ, സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈൻ വേവ് അല്ലെങ്കിൽ ഒരു അനലോഗ് സിഗ്നൽ കൊടുത്തിട്ട് അതിൽ നിന്ന് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ ഷ്മിഡ് ട്രിഗർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഷ്മിഡ് ട്രിഗർ ഒരു ഓപ്പ് ആമ്പ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിൾ സർക്യൂട്ടാണ്, എല്ലാം അപ്പോൾ തമ്മിൽ കൺഫ്യൂഷനായി പോകരുത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്ലസ്, അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ്, ഇത് ഇൻവെർട്ടിംഗ് ടെർമിനലാണ്. ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ R3 എന്നുള്ള റെസിസ്റ്റൻസ് വഴി ഒരു ഇൻപുട്ട് വേവ് കൊടുക്കുന്നത്, ഒരു സൈൻ വേവ് അല്ലെങ്കിൽ ഒരു അനലോഗ് സിഗ്നൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട് V0. ഔട്ട്പുട്ടിൽ നിന്ന് R1 എന്നൊരു റെസിസ്റ്റൻസ് വഴി, ഓക്കെ, റെസിസ്റ്റൻസ് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ റെസിസ്റ്റൻസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഫറൻസ് വോൾട്ടേജിലേക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു റെഫറൻസ് വോൾട്ടേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർക്യൂട്ടിൽ ഉള്ളത്. അപ്പോൾ ദ പർപ്പസ് ഓഫ് എ ഷ്മിഡ് ട്രിഗർ ഇസ് ടു കൺവേർട്ട് എനി റെഗുലർ ഓർ ഇറഗുലർ ഷേപ്ഡ് ഇൻപുട്ട് വേവ് ഫോം ഇൻ ടു സ്ക്വയർ വേവ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓർ പൾസ്. അപ്പോൾ നമ്മുടെ കിട്ടുന്ന ഒരു അനലോഗ് സിഗ്നലിനെ എന്താക്കി മാറ്റുകയാണ്, ഒരു സ്ക്വയർ വേവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഷ്മിഡ് ട്രിഗറിൻ്റെ പർപ്പസ്. നമ്മൾ മുൻപ് പഠിച്ചതാണല്ലോ, ഒരു അനലോഗ് സിഗ്നലിനെ സ്ക്വയർ വേവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഷ്മിഡ് ട്രിഗറിൻ്റെ പർപ്പസ്. ദസ് ഇറ്റ് ക്യാൻ ആൾസോ ബി കോൾഡ് എ സ്ക്വയറിംഗ് സർക്യൂട്ട്. അതുകൊണ്ട് തന്നെ ഷ്മിഡ് ട്രിഗറിനെ നമുക്കൊരു സ്ക്വയറിംഗ് സർക്യൂട്ട് എന്നും പറയാം. ഇനിയാണ് ഇൻവെർട്ടിംഗ് ഷ്മിഡ് ട്രിഗർ. ഇൻവെർട്ടിംഗ് ഷ്മിഡ് ട്രിഗർ എന്ന് പറയാൻ കാരണം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എങ്ങോട്ടാണ്, ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ സർക്യൂട്ട് തന്നെയാണ്, ഇതൊന്ന് മോഡിഫൈ ചെയ്ത് വരച്ചതേ ഉള്ളൂ. അപ്പോൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇൻവെർട്ടിംഗ് ഷ്മിഡ് ട്രിഗർ എന്ന് പറയുന്നത്. ദ ഇൻപുട്ട് ഈസ് സപ്ലൈ ടു ദ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓഫ് ദ ഓപ്പ് ആമ്പ്. ഇൻ ദിസ് മോഡ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഈസ് ഓഫ് ഓപ്പോസിറ്റ് പൊളാരിറ്റി. അപ്പോൾ നമുക്കറിയാം, ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിലായിരിക്കും കിട്ടുക. ദിസ് ഔട്ട്പുട്ട് ഈസ് സപ്ലൈ ടു ദ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ടു എൻഷുർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് സർക്യൂട്ട് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കും ഗ്രൗണ്ടിനും അക്രോസ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താണ്, അനലോഗ് സിഗ്നലാണ്, പ്രോപ്പർ ഷേപ്പില്ലാത്തൊരു വേവാണ്. അപ്പോൾ ഈ വേവിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഷ്മിഡ് ട്രിഗറിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഇൻപുട്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫീഡ്ബാക്കിൽ നിന്ന് വരുന്ന R1 എന്ന റെസിസ്റ്റൻസ് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അതേ പോയിന്റിൽ നിന്ന് തന്നെ R2 എന്നുള്ള റെസിസ്റ്റൻസ് വഴി നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന വോൾട്ടേജാണ് റെഫറൻസ് വോൾട്ടേജ്. നമ്മളൊരു കമ്പാരേറ്റർ പോലെ തന്നെ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജും റെഫറൻസ് വോൾട്ടേജും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, അവിടെ ഔട്ട്പുട്ട് വരുത്തുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച കേസിലാണെങ്കിൽ എന്തായിരുന്നു, റെഫറൻസ് ആയിട്ട് ഇവിടെ കൊടുക്കുന്ന ഒന്നെങ്കിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു റെഫറൻസ് വോൾട്ടേജ്, അത് ഫിക്സഡ് ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടുത്തെ റെഫറൻസ് വോൾട്ടേജിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ റെഫറൻസ് വോൾട്ടേജിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റെഫറൻസ് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് തീരുമാനിക്കുന്നത് R1 R2 എന്നുള്ള റെസിസ്റ്റൻസ് ആണ്.
അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ സൈൻ വേവ് അല്ലെങ്കിൽ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു വേവാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്യുക, ഇവിടെയുള്ള റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലോ കുറവായിരിക്കാം. അപ്പോൾ ഇത് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു വോൾട്ടേജ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഇവിടെയുള്ള റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഇൻപുട്ട് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടും. ആ വോൾട്ടേജ് നേരെ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് ആയിട്ട് ഇവിടെ എത്തും. അപ്പോൾ നേരത്തെ കിട്ടിയ വോൾട്ടേജ് ആയിരിക്കില്ല ഇപ്പോൾ വരിക. അപ്പോൾ റെഫറൻസിൻ്റെ വോൾട്ടേജിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിരിക്കും. കാരണം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന വാല്യൂ മാറും, ഇൻപുട്ട് മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് മാറും. അപ്പോൾ ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതേ സമയത്ത് റെഫറൻസ് വോൾട്ടേജും മാറും. അപ്പോൾ റെഫറൻസ് വോൾട്ടേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കമ്പാരിസൺ നടക്കുക. അപ്പോൾ നമ്മുടെ സൈൻ വേവ് അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്ന വേവ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഷേപ്പും മാറും. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വെൻ ഇൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ്. വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ Vref എന്ന് പറഞ്ഞാൽ റെഫറൻസ് വോൾട്ടേജ്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ Vref റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറച്ച് കൂടുതലാണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ എന്ത് സംഭവിക്കും, ദ ഔട്ട്പുട്ട് ബിക്കംസ് -Vsat അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് കമ്പറേറ്ററിൻ്റെ കേസിൽ, സെയിം കാര്യമാണ് ഇവിടെയും വരുന്നത്. ഇപ്പോൾ കമ്പറേറ്റർ പോലെ ഔട്ട്പുട്ട് എന്തായിരിക്കും, -Vsat ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇഫ് Vin ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ -Vref. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, ദ ഔട്ട്പുട്ട് ബിക്കംസ് Vsat ഔട്ട്പുട്ട് +Vsat ആയിരിക്കും. ഹെൻസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈസ് എയ്തർ Vsat ഓർ -Vsat ആൻഡ് ദ ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് വിച്ച് ദീസ് സ്റ്റേറ്റ്സ് ചേഞ്ചസ് ഒക്യുവർ ക്യാൻ ബി കൺട്രോൾഡ് യൂസിങ് R1 ആൻഡ് R2. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഒന്നെങ്കിൽ ഔട്ട്പുട്ട് +Vsat ആയിരിക്കും അല്ലെങ്കിൽ -Vsat ആയിരിക്കും സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടായിട്ടുണ്ടാവുക. അത് എപ്പോഴാണ് +Vsat കിട്ടേണ്ടത് എപ്പോഴാണ് -Vsat കിട്ടേണ്ടത് തീരുമാനിക്കേണ്ടത് ആരാണ്, ഈ രണ്ട് പോയിന്റിലുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസ് എവിടെയാണ് കൂടുതൽ എന്നുള്ളതാണ്. ഇൻപുട്ട് വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ, റെഫറൻസിനേക്കാൾ കൂടുതലാണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ -Vsat ആയിരിക്കും ഔട്ട്പുട്ട്. അതേസമയം റെഫറൻസ് വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലെങ്കിൽ, റെഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് +Vsat ആയിരിക്കും. അതായത് ഒരു സ്ക്വയർ വേവ് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പോൾ സ്ക്വയർ വേവ് ഔട്ട്പുട്ട് കിട്ടാൻ കാരണം എന്താണ്, ഇവിടെയുള്ള ചേഞ്ചാണ്. ഓക്കെ, റെഫറൻസ് വോൾട്ടേജ് കൂടുക അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് കുറയുക. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസിനേക്കാൾ കൂടുതലാവുന്നത് അല്ലെങ്കിൽ കുറയുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഔട്ട്പുട്ട് മാറും. ദ റെഫറൻസ് വോൾട്ടേജ് Vref ആൻഡ് -Vref ആർ കോൾഡ് അപ്പർ ത്രഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, അല്ലെങ്കിൽ ലോവർ ത്രഷോൾഡ് വോൾട്ടേജ്. നമ്മുടെ സ്ക്വയർ വേവ് അറിയാമല്ലേ, ഇങ്ങനെയായിരുന്നു ഷ്മിറ്റ് ട്രിഗറിൻ്റെ വേവ് ഫോം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഷ്മിറ്റ് ട്രിഗർ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ടൊരു സൈൻ വേവ് പോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും. ഇതാണ് റെഫറൻസ് 0. അപ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്നുള്ള രീതിയിൽ ചേഞ്ചിങ് ആയിരിക്കും നമ്മുടെ ഇൻപുട്ട്. ഇറഗുലർ ആയിട്ടുള്ളൊരു വേവ് ഫോം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പർ ത്രഷോൾഡ് വോൾട്ടേജിൻ്റെ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ മൾട്ടി വൈബ്രേറ്ററിൽ പഠിച്ച കാര്യം ഷ്മിറ്റ് ട്രിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ അപ്പർ ത്രഷോൾഡ് വോൾട്ടേജ് എത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. വീണ്ടും ലോവർ ത്രഷോൾഡ് എത്തുമ്പോൾ വീണ്ടും ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്ക്വയർ വേവിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുക. ഈ ത്രഷോൾഡ് വോൾട്ടേജ് തീരുമാനിക്കുന്നതാണ് ആര്, നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഈ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ റെഫറൻസ് വോൾട്ടേജ് എത്തുക. ആക്ച്വലി റെഫറൻസ് വോൾട്ടേജാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇവിടുത്തെ ത്രഷോൾഡ് വോൾട്ടേജായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കിട്ടുന്ന ഇൻപുട്ട് ആയിരിക്കില്ല പിന്നീട് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്താണെങ്കിൽ എന്ത് സംഭവിക്കും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഇൻപുട്ടെങ്കിൽ ഇവിടെ നെഗറ്റീവായുള്ളൊരു വോൾട്ടേജ് ഔട്ട്പുട്ടിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ പോസിറ്റീവായിട്ടുള്ളൊരു വോൾട്ടേജ് കിട്ടുമല്ലേ. ഇവിടെ കൂടുതലും ഇവിടെ കുറവാണെങ്കിൽ ഇവിടെ നെഗറ്റീവായിട്ടുള്ളൊരു വോൾട്ടേജ് കിട്ടും. ആ നെഗറ്റീവായുള്ള വോൾട്ടേജ് സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും, റെഫറൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്ത മൊമെൻറ്റിൽ എന്താ സംഭവിക്കുക, ഇവിടെ കുറവ് ഇവിടെ കൂടുതലായിരുന്നു അല്ലേ. എപ്പോഴാണ് അത് ചേഞ്ച് സംഭവിക്കുന്നത്, ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ -Vsat എന്നുള്ളത് +Vsat ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റെഫറൻസ് വോൾട്ടേജ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിരിക്കും. റെഫറൻസ് വോൾട്ടേജ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുക, ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഇവിടെ കിട്ടുന്ന വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാവുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിലാണ് ഷ്മിറ്റ് ട്രിഗർ വർക്ക് ചെയ്യണത്. ഓക്കെ, റെഫറൻസ് വോൾട്ടേജ് Vref ആൻഡ് -Vref ആർ കോൾഡ് അപ്പർ ത്രഷോൾഡ് ആൻഡ് ലോവർ ത്രഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, ദ ഫോളോയിങ് ഇമേജസ് ഷോസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഷ്മിറ്റ് ട്രിഗറിൻ്റെ വർക്കിങ്ങും ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഉദ്ദേശവും. ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഒരു അനലോഗ് സിഗ്നൽ റിസീവ് ചെയ്തിട്ട് അതിനാനുപാതികമായിട്ട് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കമ്പറേറ്ററും അതുപോലെ ലെവൽ ഡിറ്റക്ടറും ഒക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്യൂട്ടും ക്ലിയർ ആക്കാം.
അപ്പോൾ കമ്പറേറ്റർ ഒന്നും തമ്മിലുള്ള വ്യത്യാസം, കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ലെവൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലെ ഇൻപുട്ട് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആ, അടുത്ത പോയിന്റിലുള്ള റെഫറൻസ് വോൾട്ടേജ് എന്തായിരുന്നു, ഫിക്സഡ് ആയിരുന്നു. ഷ്മിറ്റ് ട്രിഗറിൽ അങ്ങനെയല്ല, റെഫറൻസ് വോൾട്ടേജ് എന്താണ്, ചേഞ്ചിങ് ആണ്. റെഫറൻസ് വോൾട്ടേജ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുക, നമ്മുടെ ഇൻപുട്ട് എന്ത് ചെയ്യും, ഇൻപുട്ടിന് ആനുപാതികമായിട്ട് ഇൻപുട്ടിൽ ഏത് പോയിന്റിലാണല്ലോ കൂടുതൽ വോൾട്ടേജ് ഉള്ളത് അതിന് ആനുപാതികമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൊടുത്തും. ഓക്കെ, അത് ഇൻവേർട്ടിംഗ് ടെർമിനൽ ആയതുകൊണ്ട് തന്നെ റെഫറൻസ് വോൾട്ടേജും നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജും കമ്പയർ ചെയ്യുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ നേരെ എന്ത് ചെയ്യും, റെഫറൻസിലേക്ക് എത്തും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യാണ്, ഇത് തമ്മിൽ കമ്പാരിസൺ നടക്കുകയാണ്. അപ്പോൾ സിംപ്ലി ഒരു കമ്പറേറ്റർ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റെഫറൻസ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. എപ്പോൾ ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ, ഓക്കെ, ഇവിടെ പോസിറ്റീവ്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് കൂടുതലും റെഫറൻസ് വോൾട്ടേജ് കുറവാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, ഔട്ട്പുട്ട് നെഗറ്റീവ് ആണല്ലേ, അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെ എത്തി. പിന്നെ എന്ത് ചെയ്യും, ഇവിടുത്തെ വോൾട്ടേജ് എപ്പോഴാണോ ഈ നെഗറ്റീവ് വോൾട്ടേജിനേക്കാൾ കുറവ് വരുന്നത്, ഓക്കെ, അതായത് ഇവിടെയാണ് ഇപ്പോൾ കൂടുതൽ വോൾട്ടേജ്, ആ സമയത്ത് ഇവിടെ മൈനസ് ആയിട്ടുള്ള വോൾട്ടേജാണ് കിട്ടുക. ആ മൈനസ് ആയിട്ടുള്ള വോൾട്ടേജ് നേരെ എന്ത് ചെയ്യും, ഇവിടെ എത്തും. ഇനി നമ്മുടെ ഇൻപുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നിന്ന്, ഇത്തരത്തിലാണല്ലോ നമ്മുടെ ഇൻപുട്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയം നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ സംഭവിക്കും, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്, ഇവിടെയും നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഈ റെഫറൻസ് വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായിട്ട് വരുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ സ്റ്റേറ്റ് നേരെ ചേഞ്ച് ചെയ്തു. ഇവിടെ മൈനസ് ആയിരുന്നു, ഔട്ട്പുട്ട് എന്തായി മാറും, പ്ലസ് ആയി മാറും. അതായത് ഒരു കമ്പറേറ്റർ പോലെ തന്നെ. അത്തരത്തിൽ കമ്പറേറ്ററിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് വോൾട്ടേജിൻ്റെ വാല്യൂ മാറും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ വർക്കിംഗ് പറയുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, ഈ ഒരു ഇക്വേഷൻസ് അല്ല, ജസ്റ്റ് സ്റ്റെപ്പ് നോക്കി വയ്ക്കുക, പിന്നെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഉദ്ദേശവും. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് ഷ്മിറ്റ് ട്രിഗറിൽ നോക്കാനുള്ളത്. ഇനി അവസാനമായിട്ട് നമുക്ക് ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പ് ആമ്പ് ഉപയോഗിച്ചുള്ള റെക്ടിഫയറുകളെ കുറിച്ചാണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെക്ടിഫയറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളറിയാം റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നുള്ളതല്ലേ, ഒരു ആൾട്ടർനേറ്റിംഗ് സിഗ്നലിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാൻ, ഒരു എ സിയെ ഡി സി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുക, റെക്ടിഫയേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചുള്ള റെക്ടിഫയർ ആണെങ്കിൽ മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ് രണ്ടെണ്ണമാണ്, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാഫ് വേവ് റെക്ടിഫയർ എന്ത് ചെയ്യും, പ്രൊഡ്യൂസസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട്. അതായത് നമ്മുടെ ഇൻപുട്ട് നമുക്കറിയാമല്ലേ, സൈൻ വേവ് ആണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം. ഇത്തരത്തിലായിരിക്കും ഹാഫ് വേവ് റെക്ടിഫയർ. അതേസമയം ഇൻപുട്ട് ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിലോ, ഇവിടെയുള്ള നെഗറ്റീവിനെ എന്ത് ചെയ്യും, പോസിറ്റീവിലേക്ക് എത്തിക്കും. അതായത് ഫുൾ വേവും ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നതാണ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഗ്രീനിൽ വരച്ചതാണ് എന്ത്, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട്, റെഡിൽ ഷെയ്ഡ് ചെയ്താണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട്. അറിയാമല്ലേ, ഹാഫ് വേവിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്ടിഫൈ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുള്ളൂ. ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ, ഫുൾ വേവ് ആണെങ്കിലോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും ഔട്ട്പുട്ടിലേക്ക് എന്താക്കി എത്തിക്കും, പോസിറ്റീവ് ഹാഫ് സൈക്കിളായിട്ട് എത്തിക്കും. അത്തരത്തിൽ രണ്ട് തരത്തിലാണ് റെക്ടിഫയറുകളുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഹാഫ് വേവ് റെക്ടിഫയറും അതുപോലെ ഫുൾ വേവ് റെക്ടിഫയറും ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ പറയുന്ന പേരാണ് ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയർ. സിംപ്ലി ഹാഫ് വേവ് റെക്ടിഫയർ തന്നെയാണ്. ഇതാണ് സർക്യൂട്ട്. ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അതായത് ആൾട്ടർനേറ്റിംഗ് സിഗ്നൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളോ നെഗറ്റീവ് ഹാഫ് സൈക്കിളുള്ള ഇൻപുട്ട് നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട് R1 എന്ന റെസിസ്റ്റൻസ് വഴി. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, D1 എന്നുള്ള ഡയോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നിന്ന് നേരെ ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് D1 എന്ന ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ D2 എന്ന ഡയോഡോ ഓപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നേരെ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. ഓപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിൽ നിന്ന് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് നമ്മൾ D2 എന്ന ഡയോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് RF എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർക്യൂട്ടുള്ളത്. ഇനി ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ പ്രിസിഷൻ റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴാണ് ഈ ഡയോഡ് D1 അല്ലെങ്കിൽ D2 ഒക്കെ ഫോർവേഡ് ബയസ് ആവുക, റിവേഴ്സ് ബയസ് ആവുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ D1 എപ്പോഴാണ് ഫോർവേഡ് ബയസ് ആവുക, D1 ഫോർവേഡ് ബയസ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം, ഇവിടെ പോസിറ്റീവ് വരണം, സംശയമില്ലല്ലോ. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് D1 ഫോർവേഡ് ബയസ് ആവും, സംശയമില്ലല്ലോ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇവിടെ പോസിറ്റീവാണ് ഇൻപുട്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, നെഗറ്റീവ് ആവും, സംശയമില്ലല്ലോ. കാരണം ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ്. അതായത് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഈ പോയിന്റിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഇത്തരത്തിലായിരിക്കും. ഓക്കെ, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിലായിരിക്കും. അപ്പോൾ പോസിറ്റീവ് നേരം എന്ത് ചെയ്യും, ഈ D1ൻ്റെ ആനോഡിൽ കിട്ടും, നെഗറ്റീവ് ഇവിടെയും. ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് D1 ഓൺ ആവും. അതേസമയം D2
D2 ഓഫ് ആവും. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. അതേസമയം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുക? ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഇൻപുട്ട് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് നേരം എന്ത് ചെയ്യും? D1ൻ്റെ ആനോഡിലെത്തും, പോസിറ്റീവ് കാഥോഡിലും. അപ്പോൾ D1 വർക്ക് ചെയ്യില്ല. അതേസമയം D2ൻ്റെ ആനോഡിലേക്ക് പോസിറ്റീവാണ് കിട്ടുന്നത്, അതുകൊണ്ട് D2 വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് D1 മാത്രം വർക്ക് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് D2 മാത്രം വർക്ക് ചെയ്യും. ആ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫോർ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സിനുസോയ്ഡൽ ഇൻപുട്ട്, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും? ദ ഔട്ട്പുട്ട് ഓഫ് ദ ഓപ്പ് ആമ്പ് വിൽ ബി നെഗറ്റീവ്. ഓപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ട് നെഗറ്റീവ് ആവും, സംശയമില്ലല്ലോ. കാരണം ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറുള്ള രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഹെൻസ് ഡയോഡ് D1 വിൽ ബി ഫോർവേഡ് ബയസ്ഡ്. അപ്പോൾ D1 എന്തായിരിക്കും? ഫോർവേഡ് ബയസ് ആവും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് D1 ഫോർവേഡ് ബയസ് ആവും. വെൻ ഡയോഡ് D1 ഈസ് ഇൻ ഫോർവേഡ് ബയസ്, D1 ഫോർവേഡ് ബയസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഓപ്പ് ആമ്പ് വിൽ ബി -0.7 വോൾട്ട്, അതായത് ഡയോഡിന് അക്രോസുള്ള വോൾട്ടേജ്. സോ ഡയോഡ് D2 വിൽ ബി റിവേഴ്സ് ബയസ്ഡ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, D1 ഫോർവേഡ് ബയസ് ആവും, D2 റിവേഴ്സ് ബയസ് ആവും. ഓക്കെ, ഹെൻസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 0. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ നെഗറ്റീവ് ആണല്ലേ, ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? D2 റിവേഴ്സ് ബയസാണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് എന്തെങ്കിലും ഫ്ലോ ചെയ്യുമോ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് D2 റിവേഴ്സ് ബയസ് ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇവിടുന്ന് വരുന്ന സിഗ്നലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇപ്പുറത്തോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആവും. അപ്പോൾ ശ്രദ്ധിക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. കൺഫ്യൂഷൻ വേണ്ട, പറഞ്ഞത് തെറ്റിയതല്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, therefore there is no അല്ലെങ്കിൽ 0 ഔട്ട്പുട്ട് ഫോർ ദ ഹാഫ് വേവ് റെക്ടിഫയർ ഫോർ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സിനുസോയ്ഡൽ ഇൻപുട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇവിടെ പോസിറ്റീവ് ആണല്ലേ, അപ്പോൾ ആ സമയത്ത് ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ D2 എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. അതായത് ഇത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് 0. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഫോർ ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഇവിടെ നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇൻപുട്ട് എന്താണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇൻപുട്ട് നെഗറ്റീവ് ആണല്ലേ, അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് പോസിറ്റീവാണ്. അപ്പോൾ D2 എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. D2 കണ്ടക്ട് ചെയ്യും, D1 എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ സിപ്പിക്കലി എന്തായി? ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പോലെ ഇത് വർക്ക് ചെയ്യില്ലേ? കാരണം ഈ ഡയോഡ് സർക്യൂട്ടിലില്ല, ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് പോലെ. അപ്പോൾ സാധാരണ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പോലെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയാമല്ലേ. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പോലെയാണ് നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ ഇൻപുട്ട് നെഗറ്റീവാണ്, ഇൻപുട്ട് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവ് പൾസാണ് D1ൻ്റെ ആനോഡിലേക്ക് ഇടുന്നത്. അപ്പോൾ D1 വർക്ക് ചെയ്യില്ല. അപ്പോൾ D1 എന്ന സംഭവം ഇവിടെ ഇല്ലാത്ത പോലെ ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ അത് ആക്ട് ചെയ്യും. D2 വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ D2 ഒരു ക്ലോസ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓപ്പാമ്പിൻ്റെ സിഗ്നലായത് ഓപ്പാമ്പിൻ്റെ അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഇങ്ങനെ ആയിരുന്നു അല്ലേ, 2 ഇൻപുട്ട്, ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്. ഓക്കെ, ഈ സർക്യൂട്ടായില്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ നോക്കാം. ഫോർ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സിനുസോയ്ഡൽ ഇൻപുട്ട്, ദ ഔട്ട്പുട്ട് ഓഫ് ദ ഓപ്പ് ആമ്പ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഇൻപുട്ട് നെഗറ്റീവ് ആകുമ്പോൾ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. ഹെൻസ് ദ ഡയോഡ്സ് D1 ആൻഡ് D2 വിൽ ബി റിവേഴ്സ് ബയസ്ഡ് ആൻഡ് ഫോർവേഡ് ബയസ്ഡ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ D1 എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും, D2 ഫോർവേഡ് ബയസ് ആയിരിക്കും. D1 റിവേഴ്സ്, D2 ഫോർവേഡ്. അതായത് D1 ഇല്ലാത്ത പോലെ D2 ക്ലോസ്ഡ് സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. സോ ദ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. B0 ഈസ് ഈക്വൽ ടു -RF/R1 × V1. അത് നമ്മൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ പഠിച്ചതാണ് ഈക്വേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫീഡ്ബാക്ക് റെസിസ്റ്റൻസിൻ്റെയും R1ൻ്റെയും വാല്യൂ എടുക്കുന്നതിനനുസരിച്ച് രണ്ടും ഒരേ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? B0 ഈസ് ഈക്വൽ ടു ഇൻപുട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇവിടെ അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് എന്ത് ചെയ്യും? മൈനസ് കൊടുക്കുക പറഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അപ്പോൾ നെഗറ്റീവാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ടിന് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓപ്പാമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയർ എന്താ ചെയ്യണത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് 0, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്തോ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിളിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? റെക്ടിഫൈ ചെയ്യുന്നുള്ളൂ. അത് എന്തിനാണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയാണ്, സാധാ റെക്ടിഫയർ പോലെയല്ല. Therefore the output of a half wave rectifier will be positive half cycle for a negative half cycle of the input signal. അപ്പോൾ വേവ് ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. നമ്മൾ മുൻപ് പഠിച്ച റെക്ടിഫയറിലെല്ലാം ഇതായിരുന്നു ഇവിടെ വന്നിരുന്നത് അല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്താണ് ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് 0, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്.
അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ റെക്ടിഫയർ. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയർ, ഓപ്പാമ്പ് ഉപയോഗിച്ചുള്ള ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഇത്തരത്തിൽ എന്ത് ചെയ്യാം, ഫുൾ വേവ് പ്രെസിഷൻ റെക്ടിഫയർ ഉണ്ട്. അപ്പോൾ ഫുൾ വേവ് പ്രെസിഷൻ റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് പരിചയപ്പെട്ട് വെക്കണം. അപ്പോൾ സർക്യൂട്ടും വേവ് ഫോം മാത്രം നോക്കിയാൽ മതി. ഇതാണ് ഫുൾ വേവ് പ്രെസിഷൻ റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്. ഓക്കെ, നമുക്ക് 2 ഓപ്പാമ്പ് ഉണ്ടായിരിക്കും, 2 ഓപ്പാമ്പ് 2 ഡയോഡ്. അപ്പോൾ ഓപ്പാമ്പിനെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, R1 എന്ന റെസിസ്റ്റൻസ് വഴി ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഇതൊരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ D1 അതുപോലെ D2 എന്നുള്ള ഡയോഡ് വഴി ഒന്നാമത്തെ ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ഷൻ പിന്നെ രണ്ടാമത്തെ ഓപ്പാമ്പിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, R4 എന്ന റെസിസ്റ്റൻസ് വഴി ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് R3 എന്നുള്ള റെസിസ്റ്റൻസ് വഴിയും കണക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ R5 എന്ന റെസിസ്റ്റൻസ് ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫുൾ വേവ് പ്രെസിഷൻ റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സർക്യൂട്ടും വേവ് ഫോം മാത്രം നോക്കി വെച്ചാൽ മതി. ഹാഫ് വേവ് പ്രെസിഷൻ റെക്ടിഫയറിൻ്റെ വർക്കിംഗ് നോക്കി വയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് സർക്യൂട്ടും അതുപോലെ വേവ് ഫോമും മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഫുൾ വേവ് പ്രെസിഷൻ റെക്ടിഫയറിൻ്റെ പ്രത്യേകത എന്താണ്, ഫുൾ വേവ് പ്രെസിഷൻ റെക്ടിഫയർ വിൽ പ്രൊഡ്യൂസ് ഓൺലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ഫോർ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓഫ് എ സിനുസോയ്ഡൽ ഇൻപുട്ട്. അപ്പോൾ കൊടുക്കുന്ന സൈൻ വേവിന് എന്ത് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെയും ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഈ കാണിച്ചതുപോലെ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച സെയിം സംഭവം തന്നെയാണ് വേവ് ഫോമിൽ വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇൻപുട്ട്, അപ്പോൾ ഔട്ട്പുട്ടും പോസിറ്റീവ്, ഇൻപുട്ട് നെഗറ്റീവാണ്, ഔട്ട്പുട്ട് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു ഫുൾ വേവ് റെക്ടിഫയർ പോലെ തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. അതേസമയം ഹാഫ് വേവ് ആണെങ്കിലോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് ഹൈയും ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓപ്പാമ്പ് സർക്യൂട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടെ നമ്മുടെ 4ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.